നമ്മളിന്ന് മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മോര് കറിക്ക് എന്ത് കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം. മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, ചേന, കായ, പപ്പായ, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പപ്പായയും പിന്നെ മത്തങ്ങയും രണ്ടും കൂടിയിട്ടാണ്. രണ്ടും ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തു കുറേശ്ശെ. അതേ നമ്മുടെ നല്ല കറിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കഷ്ണങ്ങൾ കണ്ടേ ഇത്രയും വലുപ്പത്തിൽ എടുത്തു. ഭയങ്കര ചെറുതാക്കിയിട്ടാൽ വേഗം ഉടഞ്ഞു പോവും. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ, ചുമന്ന മുളക് ചേർക്കണില്ല, മുളക് പൊടി ചേർക്കണില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഈ കഷ്ണങ്ങളുടെ നെഗൊക്കെ വെള്ളം ഒഴിച്ചു. അധികം വെള്ളം ആവശ്യമില്ല നമുക്ക്, ഇത് വേഗം വേവണതല്ലേ. അപ്പോൾ നെഗൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ, അത് കഴിയുമ്പോൾ ഓഫ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേഗം തന്നെ പ്രഷർ പോയി കഴിഞ്ഞാൽ തുറക്കാം. പിന്നെ ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും. ഇതിലേക്ക് നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളത്തിന് പകരം തൈര് നമ്മുടെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് ഒരു കുറച്ച് തൈര് എടുത്തിട്ട് അരയ്ക്കുക. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ചേർത്താൽ മതിയില്ലേ. അപ്പോൾ അത് ആ തൈര് ഒഴിച്ചിട്ട് അരച്ചപ്പോൾ അത് ഇത്രയ്ക്ക് അരിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. വെള്ളം അതിൽ അരയ്ക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേ തുറന്ന് വെന്ത് കഴിഞ്ഞു. പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ മത്തങ്ങ കുറച്ച് വേവ് കൂടിയിട്ടുണ്ട്, കാരണം അത് മത്തങ്ങ നല്ല മൂത്ത മത്തങ്ങയായിരുന്നു. പപ്പായ പക്ഷേ ഉടഞ്ഞിട്ടില്ല. മത്തങ്ങ ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അതിൽ ഉണ്ടല്ലോ മത്തങ്ങയുടെ ഗുണങ്ങളൊക്കെ കറിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അരപ്പ് ചേർക്കാം. വെള്ളമൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് എത്ര കറിക്ക് എത്ര ലൂസ് വേണ്ടേ അതനുസരിച്ചിട്ട് നമ്മൾ വറ്റിക്കുക. പിന്നെ ഇനി മോര് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അരപ്പ് ഇടുന്നതിന് മുൻപ്, അരപ്പിട്ടതിന് ശേഷമാണ് നമുക്ക് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ചാറ് കുറുകിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് പഞ്ചസാരയാണ് ചേർത്തത് കേട്ടോ. നമുക്ക് പുളിയുള്ള മോരാണെങ്കിൽ, പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് നമ്മുടെ തൈര് എടുത്ത് വെച്ചത് ഒഴിച്ചു. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തത് കേട്ടോ, 250 ml കപ്പിൽ. പിന്നെ ഒരു 1/4 കപ്പ് തൈരാണ് നമ്മൾ അരയ്ക്കാൻ എടുത്തത്. അപ്പോൾ അതേ നമ്മുടെ മോര് കറി റെഡിയായി. പപ്പായ മത്തങ്ങ മോര് കറി, അത് സൂപ്പർ കറിയാണ് കേട്ടോ. പിന്നെ അത് തളിച്ചിടുന്ന അത്ര പണിയുള്ളൂ. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വട്ടൽമുളകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മൂത്തിട്ട് നമ്മൾ ഇതൊക്കെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഇതുപോലെ മോര് കറി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. മോര് കറി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതുപോലത്തെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല കറിയായി മോര് കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.